sudden awakening in the night with vomiting and abdominal pain is a common presentation with a straight nose. ഇത് വരച്ചിട്ടേക്കുന്ന അതായത് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു, ഛർദ്ദിക്കുന്നു, വയറുവേദന പറയുന്നു. ഇത് ക്രൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഭയങ്കര സോഫ്റ്റ് പല്ലാണ്, കടിച്ചാൽ അറിയുന്ന പോലെയില്ല, ചോരയും കാണത്തില്ല. തപ്പിനാൽ പാമ്പിനെ കണ്ടെങ്കിൽ കണ്ടു, ഇല്ലെങ്കിൽ ഒരു വിധത്തിൽ അറിയില്ല പാമ്പ് കടിച്ചത്, കണ്ടെങ്കിൽ മാത്രം അറിയുന്നു. അപ്പം നമ്മളെ ഹോസ്പിറ്റലൊക്കെ വന്നാൽ സാധാരണ എല്ലാ എമർജൻസി ഡെലിവറിക്കൊക്കെ അറിയാം, അവർ എമർജൻസി കേട്ടാണ് അവർ ചോദിക്കും ഇതെല്ലാം കടിച്ചോ എല്ലാവരും നമ്മൾ തപ്പി നോക്കും. ഇപ്പം മൊബൈൽ എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കും. അങ്ങനെ കണ്ടാണ് ഈ കുഞ്ഞിൻ്റെ കാലയിൽ മൊബൈൽ എടുത്തപ്പോൾ ചെറിയൊരു 2 പാട് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് സംശയിച്ചുകൊണ്ട് മാത്രം. ഇപ്പോൾ പലരും ചോദിച്ചു ബൈറ്റ് മാർക്ക് ഉണ്ടോ, ബൈറ്റ് മാർക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ചാൽ നേരെ നോക്കിയാൽ ഇല്ല. അങ്ങനെയായിരുന്നു. അതുപോലെയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ കുഞ്ഞിന് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇച്ചിരി താമസം വന്നത് ഡിലേ ചെയ്യാൻ. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ പേരൻസും സമ്മറാണ്, എല്ലായിടത്തും പാമ്പുകളൊക്കെ ഇറങ്ങുന്നു. ഇതും ഇങ്ങനത്തെ പോയിസണിങ്ങും പിന്നെ അതുപോലെ ഇത് കൂടെ തന്നെ ഞാൻ പറയുന്നത് കുട്ടികളെ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളെപ്പോഴും പിള്ളേരെല്ലാം ഗുളികയും മറ്റേ വെക്കേഷനാണ് വീട്ടിൽ ഇരിക്കുന്നത്, വികൃതികൾ കൂടും, ഗുളികകളും മറ്റെല്ലാം എടുത്ത് കഴിച്ച് പോയിസണിങ്ങിൻ്റെ ഒരു സമയമാണ് സമ്മർ ടൈം. അല്ലാതെ മറ്റു അസുഖങ്ങളൊക്കെ പൊറോട്ടയും ചിക്കനും വേണം. എപ്പോഴാണ് സാധനം കൊടുക്കാൻ പറ്റുന്നതിൽ അമ്മ ചോദിച്ചു. നമ്മുടെ ഇന്ന് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. പൊറോട്ടയും ചിക്കൻ മാത്രമല്ല, ഫ്രൈഡ് റൈസ് ഓരോ ലിസ്റ്റ് ഉണ്ടാക്കി ഓരോ ദിവസം നമുക്ക് റെഡിയാക്കാം. നാളെ വീട്ടിൽ പോയിട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ അമ്മയോട് പറഞ്ഞിപ്പിച്ചിട്ടുമുണ്ട്, ഞാൻ എൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ വരുന്നതിന് മുമ്പ് കുളിച്ചിട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ എന്താവും കേട്ടാണ് അതിന് കരച്ചിരുന്നത് വിഷമം ചോദിച്ചു. അവൻ്റെ നിക്കർ പോരാണ്, എനിക്ക് ജീൻസൊക്കെ വേണം എന്ന് പറയുന്നതെന്ന് അവൻ്റെ അമ്മ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് അവൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഒരു രക്ഷകർത്താക്കൾക്ക് കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കണം, ഇന്ന ഉൾപ്പെടണമെന്ന് പറയുന്നതിൻ്റെ അതാണ് അവരുടെ സന്തോഷത്തിൻ്റെയും അവരെ ഏറ്റവും നോർമലാണെന്നുള്ളതും ഏറ്റവും ആ ഫാമിലിയോടുള്ള അവരുടെ അഫെക്ഷനും അവൻ്റെ ഹാപ്പിനെസ്സിന് അങ്ങേയറ്റമാണ്. ആ രീതിയിൽ 10 ദിവസം കൊണ്ട് ഇവനെ ഇവിടെ എത്തിക്കാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ എൻ്റെ അവൻ്റെ പേരൻസും അവരുടെ കൂടെ നിന്ന് നന്ദികൾ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന കൂടെയാണ്. ഇവർ രണ്ടുപേരും അദ്ദേഹത്തിന് ചില വിഷമങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. ഇതെല്ലാം മറ്റേ ഇളയ കുഞ്ഞിൻ്റെ വിഷമം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ത്രൂഔട്ട് എന്നും അതുപോലെ നമ്മുടെ ഫാമിലി സപ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ഇത്രയും പറയാനൊന്നും ഇത്രയും ബുദ്ധിമുട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ പാമ്പുകടി മാത്രമല്ല, അതിനകത്ത് ഇനിഷ്യലായിട്ടുണ്ടായി അവൻ്റെ ബിസിനസ് സ്റ്റേഷൻ അത് ചെയ്തവരെ നമ്മൾ നമിക്കുന്നു. അവർ ആ സമയത്ത് നന്നായിട്ട് ചെയ്തു. ആ ടൈം ചെയ്തില്ലായിരുന്നു നമുക്ക് ഇത്രയും ടൈം കിട്ടത്തില്ലായിരുന്നു ഒന്ന് ആക്ട് ചെയ്യാൻ പോലും. പക്ഷേ അതിനകത്ത് ഒരു കുഞ്ഞൊരു സ്ട്രഗിൾ പാമ്പുകടി ആംബുലൻസിലുള്ള സ്ട്രഗിൾ കാരണം വല്ല ഒരു ഇഞ്ചുറി പറ്റിയാൽ വന്നു. അതും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ശ്വാസം ന്യൂറോടോക്സിക് ആയിട്ടുള്ള ശ്വാസം റെസ്പിറേറ്ററി പാരാലിസിസ്, ശ്വാസം നീക്കുന്നതിനുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഒരു വസ്തുവോടെ നമ്മൾ അതിനെ ശരിയാക്കി എടുക്കുന്നു. കൂടാതെ തന്നെ ലങ്സിൽ നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശ്വാസം പോകുന്നത് തൊറാക്സിലോട്ടായിരുന്നു ആ ഇഞ്ചുറി കാരണം. അപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്യുകയും സിംഗിൾ ലങ് വെന്റിലേഷൻ ഒരു ലങ് മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ലങ് റിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ദാറ്റ് ഇസ് എ വെരി അത് ഡോക്ടർ റിനേറ്റിൻ്റെ കീഴിലുള്ള ആ കാർഡിയോതൊറാസിക് വാസ്കുലർ ടീം ട്രക്കിയ വളരെ ഇതായിട്ട് ആ ഒരു ഇതായിട്ട് റിപ്പയർ ചെയ്തു. അതേസമയം അത് റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് വെന്റിലേറ്റർ കൊണ്ട് പറ്റത്തില്ല 2 ലങ്സിൽ. അതിനുവേണ്ടിയാണ് എക്മോ എന്ന് പറയുന്ന ആ സംവിധാനം, എക്സ്ട്രാ ഒരു ഓക്സിജൻ ശുദ്ധീകരിക്കുന്ന എക്സ്ട്രാ കോർപ്പോറിയൽ സംവിധാനം ഡോക്ടർ ശ്രീവത്സൻ്റെ നേതൃത്വം ഡോക്ടർ വിക്കിയുടെ നേതൃത്വത്തിലുള്ള ICU ടീം അതിലേക്ക് അവരെ മാറ്റി കണക്ട് ചെയ്തുകൊണ്ട് ലങ്സിനെ ഫ്രീ ആക്കി ട്രക്കിയെ ഫ്രീ ആക്കി ഡോക്ടർ റിനേറ്റിന് സർജറി ചെയ്യാനുള്ള സാവകാശം കൊടുത്തു. 4 മണിക്കൂറോളം എടുത്ത് ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡെൻറ്റ് ഉണ്ടായിരുന്നു. അത് റിപ്പയർ ചെയ്തു. ട്രക്കിയാന്ന് ശ്വാസനാളത്തില്ല, അത് വളരെ സ്ലോലമായതാണ്. അത് റിപ്പയർ ചെയ്ത് പുറത്തുനിന്ന് റിപ്പയർ ചെയ്ത് കറക്റ്റാക്കി കൊടുത്ത് അതിനുശേഷമാണ് നമുക്ക് വെന്റിലേറ്റ് ചെയ്യും. ആൻറ്റി സ്നേക്ക് വെനത്തിൻ്റെ എഫക്റ്റുകൾ വന്നു തുടങ്ങിയപ്പോൾ അവനെ ശ്വാസം പതുക്കെ വന്നു. 2-3 ദിവസം സ്റ്റെപ്പ് വൈസായിട്ട് അവൻ ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങി. ആൻറ്റി സ്നേക്ക് വെനം നമ്മൾ ഫുൾ ഡോസ് കൊടുത്തു. അതുകൊണ്ട് തന്നെ ന്യൂറോടോക്സിറ്റി നമ്മൾ പൂർണ്ണമായി വിമുക്തമായി. അതിൽ നിന്ന് തന്നെ 3-ാം ദിവസമായിട്ട് തന്നെ അവരുടെ ലിംസ് ഡോക്ടർ അരുൺ കേസ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റും പിന്നെ പീഡിയാട്രിക് ICUയുടെ ഡോക്ടർ ദിനേശ് നേതൃത്വത്തിലുള്ള ടീമും മറ്റേ രഞ്ജിത്ത് അവരെ നമ്മുടെ മറ്റ് ഡോക്ടർമാർ എമർജൻസി എന്നുള്ള ഡോക്ടർ ബിനോയ് അവരുടെ നേതൃത്വത്തിലുള്ള ടീമുകൾ ഇവരെല്ലാം കൂടെ നോക്കിക്കൊണ്ടാണ് ഓരോ ഓരോ ദിവസം കൊണ്ട് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് വന്നു. സ്നേക്ക് വെനം കൊടുക്കുക, ആൾ ഇമ്പ്രൂവ് ചെയ്യുക, നമുക്ക് വലിയ ചലഞ്ച് ഇല്ല അതിനകത്ത്. ഈ ഒരു ഭാഗമായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്.